രാമായണ പാരായണം 17-ാം ദിവസം. 3 ചിത്രങ്ങളാണ് ഞാൻ ഇന്ന് വരച്ചു ചേർത്തിട്ടുള്ളത്. 1 മാരീച മാനിന്റെ വധം, 2 സീതാപഹരണം ജടായുവിന്റെ ചിറകരിയുന്ന രാവണൻ, 3 കബന്ധ രാക്ഷസന്റെ കൈകളെരിഞ്ഞ് മോക്ഷം നൽകുന്നത്. വിരൂപയാക്കപ്പെട്ട ശൂർപ്പണഖ തനിക്കു വന്നുപെട്ട വേദന സഹോദരൻ ഖരനോട് പറയുന്നു. ഖരൻ 14 രാക്ഷസന്മാരെ രാമലക്ഷ്മണന്മാരെ കൊന്ന് മാംസവും രക്തവും സഹോദരിക്കു നൽകണമെന്ന് പറഞ്ഞയക്കുന്നു. എന്നാൽ രാമബാണമേറ്റ് 14 പേരും കൊല്ലപ്പെട്ടു. തുടർന്ന് ഖരനും 5 ശിരസും 14,000 രാക്ഷസഭടന്മാരുമായി യുദ്ധത്തിനായി പുറപ്പെട്ടു. വീരനും കരുത്തനുമായ ദൂഷണനും ഒപ്പം കൂടി. അതിഭയങ്കരമായ പട വരുന്നതറിഞ്ഞ് ശ്രീരാമൻ ലക്ഷ്മണനോട് സീതയെ സുരക്ഷിതമായ ഒരു ഗുഹയിൽ ചെന്നിരുത്തി കാവൽ നിൽക്കാൻ പറയുന്നു. ശ്രീരാമൻ ഒറ്റയ്ക്ക് പോരാടി രാക്ഷസവീരന്മാരെ അതിഭീതിതമായ ആ യുദ്ധത്തിൽ കൊന്നു തീർത്തു. ദൂഷണനും ത്രിശിരസും ഖരനും അതിഘോര യുദ്ധത്താൽ കൊല്ലപ്പെട്ടു. ഇവരുടെയെല്ലാം ശിരസ് ലങ്കയിൽ ചെന്നു വീണു. എല്ലാവരും ദിവ്യരൂപം പ്രാപിച്ച് രാമനെ നമസ്കരിച്ച് ദേവലോകം. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോട് ചെയ്താൽ ഭർത്താവെ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം രത്നഭൂഷിതമികം പേടിയല്ലതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ മൈഥിലീവാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലൂടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം അടുത്തു വരും അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടും ദൂരെ കുതിച്ചു ചാടും അപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിന്നേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ആഹ